കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ എം.ആർ. ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തത് ജോലി ചെയ്യാത്തതിലുള്ള നടപടിയെന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ്. വിസിയെ സസ്പെൻഡ് ചെയ്തതിലൂടെ ഗവർണർ നട്ടലുള്ള തീരുമാനമെടുത്തുവെന്നും അച്ഛന്റെ പ്രതികരണം. റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത ഡീനും വാർഡൻ കാന്തനാഥിനുമെതിരെ നടപടി എടുക്കാൻ വൈകരുതെന്നും അച്ഛൻ ജയപ്രകാശ് ആവശ്യപ്പെട്ടു. വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ എം.ആർ. ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നതിനു ശേഷമായിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പ്രതികരണം. വൈസ് ചാൻസലർ എന്ന രീതിയിൽ തന്റെ ജോലി ചെയ്യാത്തതിനാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നത്. മകൻ മരിച്ച ദിവസം VC വീട്ടിലെത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടും അത് പാലിച്ചില്ല എന്നും അച്ഛൻ ജയപ്രകാശ് പറയുന്നു. VCയുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത്, അല്ല വെറുതെ സസ്പെൻഡ് ചെയ്യില്ലല്ലോ. പുള്ളിയുടെ ജോലി നല്ലവണ്ണം ചെയ്ത് കാണില്ല. ഇത്രയും വലിയ ഒരു കൊലപാതകം നടന്നിട്ട് എന്ത് ആക്ഷൻ എടുത്തു? ഒരു ആക്ഷനും എടുത്തില്ല. എൻ്റെ വീട്ടിൽ വന്ന് പുള്ളി പറഞ്ഞതാ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് സഹായവും ചെയ്യാം, പേടിക്കണ്ട പറഞ്ഞിട്ട് പോയിട്ട് ഇത്രയും ദിവസമായി. എന്ത് ആക്ഷൻ എടുത്തു? സിദ്ധാർത്ഥിന്റെ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയും റാഗിങ്ങും നടക്കുന്ന സമയത്ത് ഡീനും ഹോസ്റ്റൽ വാർഡൻ കാന്തനാഥും നോക്കി നിൽക്കുകയാണ് ഉണ്ടായത്. ഇവർക്കെതിരെ നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഏറ്റവും വലിയ കുറ്റക്കാരനായിട്ടായിരുന്നല്ലോ ഡീനെതിരെ എന്ത് ആക്ഷൻ എടുത്തു? ജോലിക്ക് പുള്ളിയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി, സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഡീനും കാന്തനാഥനും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പുള്ളിയാണ്. രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു. ഡീനിൻ്റെ പേരിൽ ശക്തമായ കുറ്റമുണ്ടെന്ന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ VCക്ക് സസ്പെൻഷനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. VCയെ സസ്പെൻഡ് ചെയ്തതിലൂടെ ഗവർണർ നട്ടലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഗവർണറുടെ ചുമതലയും ഉത്തരവാദിത്വവും എന്താണെന്ന് ഇപ്പോഴാണ് സാധാരണക്കാർക്ക് മനസ്സിലായതെന്നും ഗവർണർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും അച്ഛൻ ജയപ്രകാശ് പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.